ഒരു യുദ്ധം നടന്നാൽ അതിൽ ഹീറോ ആവുന്ന, പിന്നീട് ജനങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ഒരുപാട് ധീരന്മാരുണ്ട്. എന്നാൽ ഇപ്പോൾ പറയാൻ പോകുന്നത് അധികം അറിയപ്പെടാതെ പോയ ഒരു വനിതയെക്കുറിച്ചാണ്. കാർഗിൽ യുദ്ധത്തിന്റെ ഭാഗമായ ധീരയായ ഒരു വനിതയെക്കുറിച്ച്. വീരന്മാരായ യുവാക്കളെ, രാജ്യം നിങ്ങളെ ആവശ്യപ്പെടുന്നു. ധൈര്യത്തോടെ മുന്നോട്ടു വരൂ. ലേ ആൻഡ് കാർഗിൽ ഓൾ ഇന്ത്യ റേഡിയോയിലൂടെയുള്ള അസാധാരണമായ അന്നത്തെ പ്രഖ്യാപനം കേട്ട ലഡാക്കികൾ ആശ്ചര്യപ്പെട്ടു. എന്നാൽ അടുത്ത ദിവസം 200ഓളം ലഡാക്കി യുവാക്കളാണ് ലേയിലെ ആർമി ബേസിൽ അണിനിരന്നത്. ആങ്മോ ഷൂണോ എന്ന വനിത ഓൾ ഇന്ത്യ റേഡിയോ ലേ ആൻഡ് കാർഗിൽ സ്റ്റേഷൻ ഡയറക്ടറായിരുന്നു. സർക്കാർ ജീവനക്കാരിയായ ഒരു സാധാരണ സ്ത്രീ, ജോലിയും കുടുംബവും കുട്ടികളെയും നോക്കി ജീവിക്കുന്ന ഒരു സാധാരണ ഇന്ത്യൻ പൗര. തോലോലിംഗ് മലകളിൽ പോരാട്ടം രൂക്ഷമായ സമയം, ഇന്ത്യൻ സൈനികരുടെ രക്തം കൊണ്ട് ബറ്റാലിക് സെക്ടർ ചുവന്നു തുടങ്ങിയ ജൂൺ മാസം. 1999 ജൂൺ 5-ന് കേണൽ വിനയ് ദത്ത എന്ന സൈനിക ഓഫീസർ എയർ ലേ സ്റ്റേഷനിൽ എത്തി. ആങ്മോ ഷൂണോയെ കണ്ട അദ്ദേഹം ഒരാവശ്യം ഉന്നയിച്ചു. യുദ്ധഭൂമിയിലേക്ക് സൈന്യത്തിന് ആവശ്യമായ സാമഗ്രികൾ എത്തിക്കാൻ യുവാക്കളെ ആവശ്യമുണ്ട്. സൈന്യത്തെ സഹായിക്കണമെന്ന് നിങ്ങൾ റേഡിയോയിലൂടെ ലഡാക്കി യുവാക്കളോട് ആവശ്യപ്പെടണം. സൈനിക ഉദ്യോഗസ്ഥന്റെ ഈ അഭ്യർത്ഥന നിറഞ്ഞ മനസ്സോടെ തന്നെ അവർ സ്വീകരിച്ചു. അടുത്ത ദിവസം മുതൽ റേഡിയോയിൽ അനൗൺസ് ചെയ്യാമെന്ന് സമ്മതിച്ചു. വൈകുന്നേരം വീട്ടിലെത്തിയ ആങ്മോ 17 വയസ്സുകാരനായ തന്റെ മകൻ റിക്കിയോട് പറഞ്ഞു, നാളെ വൈകുന്നേരം നീ പോളോ ഗ്രൗണ്ടിലെ ആർമി ക്യാമ്പിൽ പോകണം. യുദ്ധത്തിൽ സൈന്യത്തെ സഹായിക്കാൻ അവർക്ക് യുവാക്കളെ ആവശ്യമുണ്ട്. യുദ്ധമെന്ന് കേട്ട സ്കൂൾ വിദ്യാർത്ഥിയായ റിക്കി ഭയന്നു. തനിക്ക് ഭയമാണെന്നും ആർമി ക്യാമ്പിലേക്ക് പോകില്ലെന്നും പറഞ്ഞു അമ്മയെ എതിർപ്പറിയിച്ചു. എന്നാൽ ആങ്മോ ഷൂണോ മകന് ധൈര്യം പകർന്നുകൊടുത്തു. നമുക്ക് വേണ്ടിയാണ് അവർ പോരാടുന്നത്. അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നാളെ ഞാൻ റേഡിയോയിലൂടെ മുഴുവൻ ലഡാക്കികളോടും അനൗൺസ് ചെയ്യും. സ്വന്തം മകനെ പറഞ്ഞയക്കാതെ മറ്റുള്ളവരുടെ മക്കളെ അയക്കണമെന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയില്ല. അടുത്ത ദിവസം റേഡിയോയിലൂടെ ആങ്മോ ഷൂണോയുടെ അനൗൺസ്മെന്റ് എത്തി. വീരന്മാരായ യുവാക്കളെ, യുദ്ധരംഗത്ത് സൈന്യത്തിന് ആവശ്യമുള്ള സാമഗ്രികൾ എത്തിക്കാൻ ആരോഗ്യമുള്ള യുവാക്കളെ ആവശ്യമുണ്ട്. രാജ്യം നിങ്ങളെ ആവശ്യപ്പെടുന്നു. ധൈര്യത്തോടെ മുന്നോട്ട് വരൂ. ആദ്യ ദിവസം തന്നെ 100 കണക്കിന് ചെറുപ്പക്കാരാണ് തയ്യാറായി ആർമി ക്യാമ്പിലേക്ക് വന്നത്. ആങ്മോയുടെ മകൻ റിക്കിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. കുറച്ചു ദിവസത്തിനുള്ളിൽ 100 പേരുടെ ഗ്രൂപ്പുകളാക്കി തിരിച്ച് ആർമി ട്രക്കുകളിൽ അവരെ ബിയാമയിലേക്ക് കൊണ്ടുപോയി. ബിയാമയിലെ കർഷകർ തങ്ങളുടെ തക്കാളിപ്പാടത്ത് സൈനിക ടെന്റുകൾ സ്ഥാപിക്കാൻ സഹായം ചെയ്തു കൊടുത്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ സേവന സന്നദ്ധരായി എത്തിയവരുടെ എണ്ണം 600 കവിഞ്ഞു. ബറ്റാലിക് യാൾഡർ സെക്ടറുകളിലേക്ക് സൈന്യം ഇവരെ കൊണ്ടുപോയി. സൈനികരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് 30 കിലോ വരെ ഭാരവും വഹിച്ച് ലഡാക്കി യുവാക്കൾ അത്ഭുതകരമായി മലകൾ നടന്നു കയറി. ആയുധങ്ങളും ഭക്ഷണവും ചുമക്കുവാനും സൈനികരുടെ മൃതദേഹങ്ങൾ ചുമക്കുവാനും പരിക്കേറ്റവരെ താഴെ എത്തിക്കുന്നതിനുമെല്ലാം ഇവർ സഹായിച്ചു. പാകിസ്ഥാന്റെ ഷെല്ലിംഗ് പരിധിയിലായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ്. അടുത്തൊരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. ഷെല്ലിംഗ് തുടങ്ങുമ്പോൾ ഞങ്ങളെല്ലാം അതിനുള്ളിൽ കയറി ഒളിക്കും. റിക്കി ആവേശത്തോടെ അനുസ്മരിച്ചു. രാജ്യത്തിനു വേണ്ടി സൈനികർ വലിയ ത്യാഗമാണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്തു, റിക്കി പറഞ്ഞു. എന്നാൽ ആങ്മോയുടെ കടമ അവസാനിച്ചിരുന്നില്ല. ആങ്മോയുടെ ശബ്ദം ലഡാക്കികളുടെ ഇടയിൽ പ്രശസ്തമായി തുടങ്ങിയിരുന്നു. സൈനികരുടെ വീരകഥകളും സൈനിക മുന്നേറ്റവും വിവരിച്ചുകൊണ്ടുള്ള അവരുടെ സന്ദേശങ്ങൾ ലഡാക്കികളുടെ ആവേശമായി മാറി. ഒരു മാസത്തിനുള്ളിൽ 2000-ന് മുകളിൽ യുവാക്കൾ സ്വയം സന്നദ്ധരായി സേവനത്തിനെത്തി. റേഡിയോ നിലയവും ഷെല്ലിംഗ് മേഖലയിലായിരുന്നു. ജീവനക്കാർ പലരും ഭയപ്പെട്ട് പിന്മാറാൻ തുടങ്ങിയപ്പോഴും ആങ്മോ അവർക്ക് ധൈര്യം പകർന്നുകൊടുത്തു. റേഡിയോ സ്റ്റേഷന് പുറത്ത് ഒരു കാറും ഡ്രൈവറും എപ്പോഴും തയ്യാറായിരുന്നു. ഷെല്ലിംഗ് തുടങ്ങുമ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ കാറിൽ കയറി 15 കിലോമീറ്റർ ദൂരെയുള്ള മിങ്കി ഗ്രാമത്തിലേക്ക് പോകും. ഷെല്ലിംഗ് അവസാനിക്കുമ്പോൾ തിരിച്ചുവരും. വീണ്ടും പ്രക്ഷേപണം നടത്തും. എന്നാൽ കേണൽ സാറിന് ഞാനൊരു വാക്കു കൊടുത്തിരുന്നു. യുദ്ധം അവസാനിക്കുന്നതുവരെ ഒരു ദിവസം പോലും റേഡിയോ പ്രക്ഷേപണം മുടങ്ങില്ല. റേഡിയോ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകളെ തകർക്കുവാനും ആങ്മോയുടെ നേതൃത്വത്തിലുള്ള ലേ ആൻഡ് കാർഗിൽ റേഡിയോ വലിയൊരു പങ്കുവഹിച്ചു. പച്ച നുണകളാണ് റേഡിയോ പാകിസ്ഥാൻ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യൻ സൈനികർ ധാരാളമായി മരിക്കുന്നുവെന്നും ജനങ്ങൾ ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്നുവെന്നുമെല്ലാം നിരന്തരം അവർ പ്രചരിപ്പിച്ചു. ഒരിക്കൽ നമ്മുടെ ഹെലികോപ്റ്ററിന് യന്ത്രത്തകരാർ വന്നപ്പോൾ ഇന്ത്യൻ ഹെലികോപ്റ്റർ തകർത്തെന്നും സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടുവെന്നും അവർ പ്രഖ്യാപിച്ചു. കാർഗിലിലെ പോസ്റ്റ് ഓഫീസിന്റെ വളരെ ദൂരത്തായി ഒരു ഷെല്ല് വന്ന് പതിച്ചപ്പോൾ പോസ്റ്റ് ഓഫീസ് പൂർണ്ണമായും തകർത്തുവെന്നാണ് അവർ പ്രചരിപ്പിച്ചത്. ദ്രാസിലെയും ഗിൽഗിത്ത് ബാൾട്ടിസ്ഥാനിലെയും ഭാഷയായ ഷിനയിലായിരുന്നു അവരുടെ പ്രചരണം. ഞങ്ങൾ അതിനെയെല്ലാം വസ്തുതകൾ കൊണ്ട് പ്രതിരോധിച്ചു. ഹിന്ദിയിലും ഷിനയിലും ഞങ്ങൾ പ്രക്ഷേപണം നടത്തി, ആങ്മോ ഓർമ്മിച്ചു. സൈനികരുടെ മനോബലം വർദ്ധിപ്പിക്കുന്നതിലും റേഡിയോ പ്രക്ഷേപണം വലിയ പങ്കുവഹിച്ചു. വീട്ടിലെ കാര്യമോർത്ത് വിഷമിക്കേണ്ടെന്നും നിങ്ങൾ ധൈര്യമായി ശത്രുക്കളെ നേരിടൂ എന്നിങ്ങനെയുള്ള സന്ദേശങ്ങൾ വീടുകളിൽ നിന്നും സൈനികർക്ക് എത്തിച്ചുകൊടുത്തു. 300-നടുത്ത് ഷെല്ലുകൾ ഓരോ ദിവസവും കാർഗിലിൽ പതിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രക്ഷേപണം മുടക്കിയില്ല.
ഒരു ദിവസം അതിഭയങ്കരമായ ഷെല്ലിംഗ് നടന്നു. ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തി ഭയം ഓടിപ്പോയി. അന്ന് പ്രക്ഷേപണം മുടങ്ങുമെന്നുറപ്പായിരുന്നു. എന്നാൽ കേണൽ സാബിന് കൊടുത്ത വാക്ക് ഞാൻ ഓർമ്മിച്ചു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം സൈനികരെ അയച്ചു തന്നു. അവർ വന്നാണ് ജനറേറ്റർ ഓൺ ചെയ്തത്. കുറച്ച് വൈകിയാണെങ്കിലും രാത്രി 8 മണിയോടെ ഞങ്ങൾ പ്രക്ഷേപണം ആരംഭിച്ചു. ജീവൻ കയ്യിൽ പിടിച്ചു നടന്ന ആ ദിവസങ്ങളെക്കുറിച്ച് ആങ്മോ ഷൂണോ ആവേശത്തോടെ ഓർമ്മിച്ചു. അവാർഡുകളോ അനുമോദനങ്ങളോ ഒന്നും ആങ്മോയ്ക്കും സഹപ്രവർത്തകർക്കും ലഭിച്ചില്ല. എന്നാൽ അതിർത്തി പ്രദേശങ്ങളും ദൂരദർശനും റേഡിയോ കേന്ദ്രവും സന്ദർശിക്കാനെത്തിയ അന്നത്തെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി പ്രമോദ് മഹാജന്റെ വാക്കുകൾ ആങ്മോ ഷൂണോ ഇന്നും ഓർമ്മിക്കുന്നു. സൈനികർ അതിർത്തിയിൽ പോരാടുമ്പോൾ നിങ്ങൾ അവരോടൊപ്പം ആവും വിധം പോരാടുന്നു. റിട്ടയറായ ശേഷം ആങ്മോ ഷൂണോ മകൻ റിക്കിയോടൊപ്പം ഇപ്പോൾ ലേയിൽ വിശ്രമ ജീവിതം നയിക്കുന്നു. ധീര ജവാന്മാരായ വിക്രം ബത്രയുടെയും മനോജ് കുമാർ പാണ്ഡെയുടെയും അനുജ് നയ്യാരുടെയും സൗരവ് കാലിയയുടെയും ഒക്കെ പേരുകൾ കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഓരോ ഭാരതീയന്റെയും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ധൈര്യം കൊണ്ടും സാഹസം കൊണ്ടും ജീവരക്തം കൊണ്ടും കാർഗിൽ മലനിരകളിൽ ത്രിവർണ പതാകയെ താങ്ങി നിർത്തിയവർ, ഭാരതം നാളെയും ജീവിക്കാൻ തങ്ങളുടെ യൗവനം ഹോമിച്ചവർ, അമരന്മാർ. എന്നാൽ ആങ്മോ ഷൂണോ എന്ന പേര് അധികമാരും കേട്ടിട്ടുണ്ടാവില്ല. കാർഗിൽ യുദ്ധത്തിലെ നമ്മൾ കേട്ട വീരകഥകളിലൊന്നും ആങ്മോ ഷൂണോ എന്ന സ്ത്രീയുടെ പേരുണ്ടാവില്ല. കാരണം അവർ ഒരു സൈനികയായിരുന്നില്ല.